അസ്സലാമു അലൈക്കും. എൻ്റെ പേര് യൂസുഫ്. എൻ്റെ ചോദ്യം, ഇത്രയും സമയം ഹദീസിൽ നിന്നായിരുന്നല്ലോ. ഖുർആനിൽ പരലോകത്തിന്റെ ദിവസത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് ഒരു സ്ഥലത്ത് 50,000 വർഷമെന്നും മറ്റൊരു സ്ഥലത്ത് 1000 വർഷമെന്നുമൊക്കെ പല പല രൂപത്തിൽ അതിന്റെ സമയങ്ങൾ കാണുന്നുണ്ട്. ഈ ഖുർആനിൽ എങ്ങനെയാണ് ഇതിന് വൈരുദ്ധ്യമായിട്ട് വിപരീതമായിട്ട് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് വിശദീകരിക്കാൻ പറ്റും? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ചോദ്യം യഥാർത്ഥത്തില് കേരളത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള ശ്രീമാൻ യു കലാനാഥൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടതായി കണ്ടിട്ടുള്ളത്. ആ ചോദ്യത്തെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നു. അദ്ദേഹം യു കലാനാഥൻ ആ പുസ്തകത്തിൽ പറയുന്നത്, ഈ ഖുർആനിലെ അള്ളാഹ്ക്ക് യാതൊരു തലയും പാലുമില്ല. കാരണം അതിലൊരു സ്ഥലത്ത് പറയാ, ഒരു ദിനം എന്ന് പറഞ്ഞാൽ 50,000 വർഷത്തിന് തുല്യമായതാണ്. വേറെ സ്ഥലത്ത് ഇങ്ങനെ എഴുതി വന്നപ്പോ അള്ളാഹ്ക്ക് അത് മറന്നുപോയി. അപ്പൊ അള്ളാഹ് വേറെ സ്ഥലത്ത് 1000 വർഷത്തിന് തുല്യമാണെന്ന് എഴുതി. ഇങ്ങനെ ഖുർആനിൽ അള്ളാഹ്ക്ക് ഒരു തലയും പാലും ഇല്ലാത്തത് കൊണ്ട് എഴുതിയിട്ടുള്ളതാണ് ഇത് എന്നാണ് യു കലാനാഥൻ തന്റെ പുസ്തകത്തിൽ വാദിച്ചു വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തില് ഈ സംഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിലെ 3 സ്ഥലത്താണ് പരാമർശങ്ങൾ വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്തു ഹജ്ജ് 47-ലും മറ്റൊന്ന് സൂറത്തു സജദ 5-ലുമാണ്. ഈ 2 ആയത്തിലും അൽഫ സനത്തി മിമ്മാ തൗദ്ദൂൻ എന്നും ക അൽഫി സനത്തി മിമ്മാ തൗദ്ദൂൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അഥവാ ഒരു ദിനമെന്ന് പറയുന്നത് 1000 ദിവസത്തിന് നിങ്ങൾ കണക്കാക്കുന്ന 1000 ദിവസം. അങ്ങനെ ഭൂമിയിലിരുന്ന് നമ്മൾ കണക്കാക്കുന്ന 1000 ദിവസം. നമ്മൾ കണക്കാക്കുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ 24 മണിക്കൂർ കൂടിയതാണ് നമ്മൾ കണക്കാക്കുന്ന ഒരു ദിവസം. അങ്ങനെയുള്ള ഒരു 1000 വർഷത്തിന് തുല്യമാണ് ആത്മീയ ലോകത്തുള്ള ഉത്കൃഷ്ട ലോകത്തുള്ള സമയമെന്നൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. 2 സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് സൂറത്തു മആരിജില് ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ 50,000 ദിവസത്തിന് തുല്യമായ 50,000 വർഷത്തിന് തുല്യമായ ഒരു ദിവസമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ ഒരു 4ാം ക്ലാസ് സയൻസ് പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കാര്യമായിട്ട് തോന്നും. പക്ഷെ അതേസമയം അതിന്റെ അപ്പുറം കലാനാഥനായാലും വേറെ ആരായാലും കുറെ കൂടി പരതി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഖുർആന്റെ ഈജാസിലേക്ക്, അമാനുഷികതയിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സംഗതിയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വളരെ ചുരുക്കി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ചെറിയൊരു വിശകലനം നൽകാം. കാരണം വളരെ വിപുലമായിട്ടുള്ള ഒരു വിഷയമാണിത്. നമ്മുടെ ഭൂമിയിലുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ് സാമാന്യമായിട്ട് നമ്മൾ പറയുന്നത്. എന്നാൽ ഈ ഭൂമിയിലുള്ള ദിവസത്തിന്റെ അതേ അളവ് തന്നെയാണോ ഈ സൗരയൂഥത്തിലുള്ള മറ്റു ഗോളങ്ങളിലുള്ളത്? അല്ല. വ്യാഴത്തില് 9 മണിക്കൂറാണ് ഒരു ദിവസം, ശനിയില് 10 മണിക്കൂറാണ് ഒരു ദിവസം, നെപ്റ്റ്യൂണില് 16 മണിക്കൂറാണ് ഒരു ദിവസം, യുറാനസില് 17 മണിക്കൂറാണ് ഒരു ദിവസം, ചൊവ്വയിൽ 24 മണിക്കൂറിലേറെ വരും ഒരു ദിവസം, ചന്ദ്രനില് 27.32 ദിവസമാണ് ഒരു ദിവസം, ശുക്രനില് 243 ഭൂദിനങ്ങൾ കഴിഞ്ഞാലേ ഒരു ദിനമാവുകയുള്ളൂ, ബുധനില് 59 ഭൗമ ദിനങ്ങൾ കഴിഞ്ഞാലേ ഒരു ദിനമാവുള്ളൂ. അപ്പൊ ഈ സൗരയൂഥം എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള, നമ്മുടെ സാധാരണക്കാരന്റെ ഭാഷ പറഞ്ഞാല് ഇത് തലശ്ശേരിയാണ്, തലശ്ശേരിന്റെ അപ്പുറം കണ്ണൂര്, അതിന്റെ ഇപ്പുറം കുറച്ച് സ്ഥലങ്ങൾ കടവത്തൂര്, അതുപോലുള്ള കുറച്ച് സ്ഥലങ്ങൾ, അതിന്റെ അപ്പുറം കുറച്ച് പയ്യന്നൂര്, തളിപ്പറമ്പ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ കണ്ണൂരിന്റെ ഭൂപ്രദേശങ്ങൾ. ഇതാണ് ഈ പ്രപഞ്ചത്തെ പറ്റി പറയുമ്പോൾ യഥാർത്ഥത്തിൽ സൗരയൂഥം എന്ന് പറയുന്നത്. സൗരയൂഥം എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുള്ള കുറച്ച് ഗോളങ്ങൾ. ഈ അടുത്തുള്ള ഗോളം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് വളരെ അടുത്താണെന്ന് വിചാരിക്കേണ്ട. സൂര്യൻ എന്ന് പറയുന്നതാണ് ഇതിന്റെ കേന്ദ്രം. സൂര്യൻ 8 മിനിറ്റ് ദൂരത്താണ്. 8 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്ന 3 കിലോമീറ്റർ വേഗതയിലാണ്.
അപ്പൊ 8 മിനിറ്റ് എന്ന് പറഞ്ഞാല് ഈ പിന്നെ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന്റെ ആ വേഗതയെ നമ്മൾ ഇങ്ങനെ 1 സെക്കൻഡിൽ അങ്ങനെ ആണെങ്കിൽ 8 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 8നെ കൊണ്ട് 60നെ കൊണ്ട് 8നെ പെരുക്കിയാൽ അത്രയും എത്ര കിട്ടുമോ അത്രയും കൊണ്ട് അതിനെ വീണ്ടും നമ്മൾ 3 ലക്ഷത്തെ കൊണ്ട് പെരുക്കണം. അത്രയും ദൂരത്താണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പൊ ഇത്രയധികം വിപുലമായ ഒരു സൗരയൂഥം. പക്ഷെ ആ സൗരയൂഥം പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതാണ്. ആ സൗരയൂഥത്തിനകത്ത് തന്നെ വിവിധ ഗോളങ്ങളിൽ ദിനത്തിന്റെ അളവിന് വ്യത്യാസമുണ്ട്. എന്നാൽ ഇനി വേറൊരു കാര്യമുള്ളത്, ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ചുകൊണ്ട്, ആപേക്ഷികതാ സിദ്ധാന്തം അനുസരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് പ്രകാശത്തിനാണെന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്. പ്രകാശത്തെക്കാൾ വേഗതയിൽ ഒരു വസ്തു സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ വസ്തു എനർജിയായിട്ട് മാറുന്നതാണ്, മാറ്റർ എനർജിയായി മാറുന്നതാണ്. അതാണ് ഐൻസ്റ്റീന്റെ E=mc² എന്ന് പറയുന്ന ഫോർമുലയിലൂടെ ഐൻസ്റ്റീൻ മുന്നോട്ട് വെച്ചിട്ടുള്ള സിദ്ധാന്തം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിപ്പിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിയെ സഞ്ചരിപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തി സഞ്ചരിക്കുമ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ ഒരു ക്ലോക്ക് ഉണ്ടാവുകയും ഭൂമിയിൽ മറ്റൊരു ക്ലോക്ക് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ക്ലോക്കിൽ രണ്ടിലും സമയം ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് ഐൻസ്റ്റീന്റെ സിദ്ധാന്തം അനുസരിച്ചുള്ള ഒരു സംഗതിയാണ്. അപ്പൊ 2,40,000 കിലോമീറ്റർ വേഗതയിലാണ് ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ റോക്കറ്റിനെയോ നമ്മൾ ഉപരിലോകത്തേക്ക് വിടുന്നതെങ്കിൽ, സൂര്യനും കഴിഞ്ഞിട്ട് പ്രപഞ്ചത്തിന്റെ അങ്ങേ തലക്കിലേക്ക് വിടുന്നതെങ്കിൽ, ഇപ്പൊ നമ്മുടെ അമേരിക്കക്കാര് ഒരു ഉപഗ്രഹം വിട്ടിട്ടുണ്ട്. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വിട്ടതാ. ആ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം ഭൂമിക്ക് പുറത്ത് വേറെ എവിടെയെങ്കിലും മനുഷ്യനെ പോലെ സമാന ബുദ്ധിയുള്ള ഏതെങ്കിലും ജീവികളുണ്ടോ എന്ന അന്വേഷണത്തിന് വേണ്ടി വിട്ടതാ. ഭൂമിയിലുള്ള വിവിധ ശബ്ദങ്ങളും മറ്റൊക്കെ അതിൽ റെക്കോർഡ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ട്. നക്ഷത്രങ്ങളുടെ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ടാണ് ആ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വാഹനത്തിൽ നിന്ന് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള ഒരു വാഹനം 2,40,000 കിലോമീറ്റർ വേഗതയിൽ വിട്ടാൽ അങ്ങനെ പോകുമ്പോ അതിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ഒരു ദിവസമാകുമ്പോ അയാൾക്ക് 1/3 ദിവസമാകും. അത് 2,999.9999 സംതിങ് ആയിട്ടുള്ള വേഗതയിൽ വിട്ടാല് 1000 കൊല്ലമായിട്ട് മാറും. അതിന്റെ മുകളിൽ 2,9999.9999973 എന്ന വേഗതയിലാണ് വിടുന്നതെങ്കിൽ 50,000 കൊല്ലത്തിന് സമാനമായിരിക്കും. അപ്പൊ ഈ വ്യത്യാസം ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു സർവലോക പരിപാലകനും ആകാശത്തിന്റെ അനന്ത സീമകളെപ്പറ്റി അറിവുള്ളവനുമായിരുന്നത് കൊണ്ടാണ് ഖുർആനിൽ ഇക്കാര്യം രേഖപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ഇത് ഖുർആന്റെ ഈജാസിനുള്ള ഒരു തെളിവാണ്. ഇടമറുകിനെ പോലുള്ള യു കലാനാഥിനെ പോലുള്ള ചില ആളുകൾക്ക് അവരുടെ സാമാന്യ ശാസ്ത്ര വിവരം വെച്ചുകൊണ്ട് വൈരുദ്ധ്യം തോന്നിയതാണ്. യഥാർത്ഥത്തിൽ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ മോറിസ് ബുക്കായിയെ പോലെയോ മറ്റു പല ആളുകളെ പോലെയോ ഒക്കെ ഖുർആന്റെ അനുയായികളായി അവർക്ക് മാറാൻ സാധിക്കും. ഇതാണ് ആ കാര്യത്തെപ്പറ്റി പറയാനുള്ളത്. എന്റെ പേര് ഫസൽ. നൂറ്റാണ്ടുകളായി കേരള മുസ്ലിങ്ങൾ ആചരിച്ചു വരുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആദർശങ്ങളുമൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്നും ബിദ്അത്താണെന്നും ശിർക്കാണെന്നുമൊക്കെ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ കേരളക്കരയിൽ വിശദീകരിച്ചത് കേട്ടിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കുടുങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ ചില പണ്ഡിതന്മാർ തന്നെ അതേ ഖുർആനും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പ് ചെയ്തതൊക്കെ ശരിയായ വിശ്വാസമാണ്, അന്ധവിശ്വാസമല്ല, ശിർക്കല്ല എന്ന് പറയുന്നത് കേട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്നത് നോട്ട് ചെയ്ത് പ്രസംഗിച്ചവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് കുറ്റം സമ്മതിക്കുകയുണ്ടായി. പക്ഷെ നമ്മുടെ പഴയകാല ഉസ്താദുമാർ ഞങ്ങളോട് ഈ വാദം അന്ന് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ പ്രമാണങ്ങൾ പഠിച്ചു വരുന്നവരല്ല, മറിച്ച് ഉസ്താദുമാരുടെ പുസ്തകങ്ങളും പ്രസംഗങ്ങളും കേട്ട് വരുന്നവരാണ്, ഇവർ ഭാവിയിൽ തിരുത്തുമെന്ന്. ഇപ്പോൾ അന്ന് ശിർക്കാണെന്നും ബിദ്അത്താണെന്നും അന്ധവിശ്വാസങ്ങളാണെന്നും പറഞ്ഞ ഇപ്പൊ സിഹർ, ജിന്ന്, അതുപോലെ തന്നെ മലക്കുകളോടും ജിന്നുകളോടുള്ള സഹായാഭ്യർത്ഥന, ഇതൊക്കെ തന്നെ ശരിയായ വിശ്വാസമാണെന്ന് പറയുമ്പോൾ നാളെ നിങ്ങൾ മരിച്ചുപോയ ആളുകളോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് ഇന്ന് പറഞ്ഞ ആയത്തുകളും ഹദീസുകളും ശരിയാണ്, സുന്നി ഉസ്താദുമാർ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞുകൂടെ? നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും?
അദ്ദേഹം ചോദിച്ചതിന്റെ ആകത്തുക മനസ്സിലാക്കിയത്, അഥവാ മുജാഹിദ് പ്രസ്ഥാനം എതിർത്ത് തോൽപ്പിച്ച ഷിർക്ക്, കുഫർ, അന്ധവിശ്വാസങ്ങളൊക്കെ അത് സുന്നത്താണ്, ഫർളാണ് എന്ന് പറഞ്ഞ് ആ പ്രസ്ഥാനത്തിന്റെ ലേബലിൽ അറിയപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? ഇന്ന് കൊണ്ടു നടക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് അവരോട് ഇത് പണ്ട് കാലത്ത് നമ്മളുടെ ഉസ്താദുമാരൊക്കെ ഷിർക്കാണ്, കുഫറാണ്, അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി, അന്ന് നമ്മളൊക്കെ അവർ തന്ന നോട്ടനുസരിച്ചായിരുന്നു പ്രസംഗിച്ചിരുന്നത്, ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, സ്വയം പഠിച്ചപ്പോൾ ഇതൊക്കെ ബോധ്യപ്പെട്ടതാണ് എന്നാണ് അവരുടെ മറുപടി. എങ്കിൽ അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങളോടൊപ്പം നമുക്ക് നിൽക്കാൻ പറ്റുമെന്നാണ്. കാരണം ഇപ്പൊ നിങ്ങൾ അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഒക്കെ വിളിച്ചു തേടുന്നത് ഷിർക്കാണ് എന്ന് നിങ്ങൾ പറയുന്നു. അള്ളാഹു അല്ലാത്തൊരു ശക്തിയോടും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് നിങ്ങൾ പറയുന്നു, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒക്കെ അനുസരിച്ചിട്ട്. എങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് മാറ്റി പറയില്ലേ? ഇതാണ് അദ്ദേഹത്തിന്റെ ബേജാറോണ്ട് ചോദിച്ചതാ. കാരണം അത്രയും ജീർണതയാണ് ഇന്ന് അപ്പുറത്ത് നടക്കുന്നത്. മാറ്റി പറയൂല എന്ന് നമുക്ക് ഉറപ്പു നൽകാം. CP ഉമർ സുല്ലമിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം, അത്രേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. കാരണം മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ 1-ാം തീയതി മുതൽ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്താണോ പറഞ്ഞിരുന്നത് അതുതന്നെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ CP ഉമർ സുല്ലമിയുടെ നേതൃത്വത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനം ഇന്നും സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആദർശം മാറ്റിയിട്ടേ അല്ല, ഓഫീസ് മാറിയിട്ടുണ്ട്. കണ്ടംകുളത്തുള്ള മർക്കസ് ദേവയിലായിട്ടുണ്ട് ഓഫീസ്. ആദ്യ ഓഫീസ് അവിടെ എന്താ റോഡിന്റെ പേര്, ആനിഹാൾ റോഡിലുള്ള ഒരു ബിൽഡിങ്ങിലേനി ഓഫീസ്. ഇപ്പൊ ഓഫീസ് മാറിയിട്ടുണ്ട്, ആദർശം മാറിയിട്ടില്ല. ധൈര്യമായി അപ്പുറത്തുള്ള സഹോദരന്മാർക്ക് കടന്നു വരാം CP ഉമർ സുല്ലമിയുടെ നേതൃത്വത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്. ഒരിക്കലും ആദർശത്തെ മാറ്റിയിട്ടില്ല. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിന്റെ 1-ാം തീയതി എന്താണോ പറഞ്ഞത് അതുതന്നെയാണ് ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, എന്നും പറയാനുള്ളത്. ആദർശത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് ഇനിയും നിലനിൽക്കും പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ജീർണതൊക്കെ നിഅ്മത്തുള്ള ഫാറൂഖി പറയുന്നുണ്ട് അവരുടെ പ്രതിവാദ ക്ലാസ്സിൽ. ഈച്ചനെ പിടിച്ചിട്ട് ചിലര് മുറിയിൽ ഒരതുക. ഈച്ചനെ പിടിച്ചിട്ട് മുറിയിൽ വരുന്ന ടീമുണ്ട് അപ്പുറത്ത് നിന്ന്. കേട്ടാൽ അത്ഭുതം തോന്നും. 20-ാം തീയതി വന്നോളി, വളപ്പട്ടണത്തേക്ക് നമ്മൾ നേർക്കുനേരെ കാണിച്ചു തരാം, കേൾപ്പിച്ചു തരാം. അപ്പൊ എന്തിനാ അത് മുറിവുണങ്ങാൻ? ഈച്ചയുടെ ഒരു ചിറകിൽ ഔഷധമുണ്ട്. അപ്പൊ ആ ഔഷധം തട്ടിയിട്ട് എന്റെ മുറിവ് ഉണങ്ങട്ടെ എന്ന് കരുതി ഈച്ചനെ പിടിച്ച് മുറിവിൽ അരുതുക. നിഅ്മത്തുള്ള ചോദിക്കുന്നുണ്ട്, പൊട്ടന്മാരെ മറ്റേ ചിറകില് വിഷല്ലേ, അപ്പം മുറി പഴുക്കൂലേന്ന്. അതിനെ എതിർത്താൽ അപ്പം പറയ ഹദീസ് നിഷേധിന്ന്. യഥാർത്ഥത്തിൽ ഇവർ ഖുർആനിനെ തന്നെ നിഷേധിക്കുകയാ. അവരുടെ പണ്ഡിതനാ പറഞ്ഞേ, ഖുർആനിനെ നിഷേധിക്കുന്ന ദുരവസ്ഥ എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അപ്പുറത്തുള്ള മുജാഹിദുകളെ, മാന്യരായ മുജാഹിദ് സുഹൃത്തുക്കളെ, ആദർശം ഉള്ളിൽ സൂക്ഷിക്കുന്ന, അതിനെ സ്നേഹിക്കുന്ന മുജാഹിദുകളെ സ്വാഗതം. CP ഉമർ സുല്ലമി നേതൃത്വം നൽകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, 10 മണിവരെയാണ് നമുക്ക് പെർമിഷൻ ഉള്ളത്. 9:45 നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൈക്ക് പോയിന്റിൽ ചോദ്യത്തിന് വേണ്ടി വന്നിരുന്നിട്ടുള്ള ഈ 4 ആളുകൾക്ക് കൂടി ഇനി ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 15 മിനിറ്റ് സാബിക്ക് പുല്ലൂരിന്റെ സമാപന പ്രസംഗം ഉണ്ടാകും. അങ്ങനെ ഒരു 9:45 ഈ പരിപാടി നിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ചോദ്യങ്ങൾ, പ്രസക്തമായ ചോദ്യങ്ങൾ ചുരുക്കി ചോദിച്ച് ആ വിധത്തിൽ മറുപടി പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം, സംഗീതം ഇസ്ലാമിന് അനുവദനീയമാണോ എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംഗീതം ഇസ്ലാമിൽ അനുവദനീയമാണോ എന്നാണ് ഇവിടെ ചോദ്യകർത്താവിന്റെ ചോദ്യം. സംഗീതം എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് ഒരുപക്ഷെ ഉപകരണ സംഗീതമായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രാചീന അറബികളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഉപകരണ സംഗീതമായി തബല എന്നുള്ളത്. അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് മുട്ടിയപ്പോൾ റസൂലുള്ളാഹി അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഇസ്ലാമിക ലോകത്ത് മുസ്ലിം ഉമ്മത്തിലെ ഒരു പണ്ഡിതന്മാരും മദ്യപാനം ഹറാമാണോ ഹറാമല്ലേ എന്നൊരു സംശയം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. എല്ലാരും ഖത്ഈയായിട്ട് ഉറപ്പായിട്ട് മദ്യപാനം ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ട്, അനാശാസ പ്രവർത്തനം ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഉപകരണ സംഗീതത്തിന്റെ ശബ്ദം കേൾക്കുന്ന വിഷയത്തിൽ ഉള്ളത് തുറന്നു പറയാ, ചില ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ചിലര് പറ്റും, ചിലര് പറ്റില്ല. എവിടെ നിന്നാ അത് വന്നത്? അത് വന്നത് ഈ മാസിഫ് പറഞ്ഞ വാക്കിന് അർത്ഥം വെക്കുന്നിടത്താണ്. ബുഖാരിയിലെ ഹദീസ് ഉണ്ട്. ആ വാക്കിന് ചിലര് പറഞ്ഞു അത് സംഗീതോപകരണങ്ങളുടെ ശബ്ദം കേൾക്കുക എന്നുള്ളതാ. എന്നാൽ ചില മഹാന്മാര് പറഞ്ഞു മൊത്തത്തിൽ മലാഹികള് വിനോദങ്ങളെ അനുവദനീയമാക്കുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മത്തിൽ വരും എന്നുള്ളതാണ്. അപ്പൊ എന്ത് മനസ്സിലായി ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന്? മുസ്ലിം ഉമ്മത്തിൽ ഒരു തർക്കമുള്ള വിഷയമാണ് ഈ കാര്യം, ഉപകരണങ്ങളുടെ ശബ്ദം കേൾക്കുക എന്നുള്ളത്. പ്രാചീന അറബികളുടെ പഴയ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ എന്ത് ശബ്ദം ഉണ്ടായിരുന്നോ അത് റസൂലുള്ളാഹി കേൾക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയില. ഇനി അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മ്യൂസിക് എന്ന് പറഞ്ഞ അറബിയിൽ മ്യൂസിക്കയ്യ എന്നൊക്കെ പറയും. മ്യൂസിക് എന്ന് പറഞ്ഞ ഈ സാധനം ഇല്ലാത്ത മുഴുവൻ കേൾക്കാൻ പറ്റുമോ? ഇന്നത്തെ സിനിമാ പാട്ടുകൾ, അശ്ലീല ചുവയുള്ള പാട്ടുകൾ അല്ല, മാപ്പിളപ്പാട്ടിൽ നിന്നു തന്നെ ചില പദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുമോ? അപ്പോ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് എഹ്തിയാത്ത്, സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇങ്ങനെ പറയാം. ഒരുപാട് പണ്ഡിതന്മാര് പറ്റുമെന്നും കുറെ പണ്ഡിതന്മാര് ശരി അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദ്യകർത്താവിനോട് പറയാ, ഒരാളത് കേൾക്കണേ അവനോട് ഇത് നെസ്സായിട്ട് മദ്യപാനം ഹറാമാണ് എന്നതുപോലെ ഇതും ഹറാം തന്നെയാണ് എന്ന് പറയാൻ മാത്രം ഇസ്ലാമിൽ തെളിവില്ല. വ്യഭിചരിക്കൽ ഹറാമാണ് അതുപോലെ ഇതും ഹറാമാണ് എന്ന് പറയാൻ മാത്രം പിൻബലമില്ല. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഇഖ്തിലാഫ്, ഭിന്നത ഉണ്ടാകാൻ പാടില്ലല്ലോ. അത്രേ ഉള്ളൂ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി താങ്കൾ മാറ്റിവെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഹറാമാണ് എന്ന് ഫത്വ കൊടുക്കാൻ മാത്രം തെളിവ് ഇസ്ലാമിൽ ഇതിനില്ല. എന്റെ പേര് അബ്ദുൽ ജബ്ബാർ, കോഴിക്കോട് സ്വദേശിയാണ്. നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരുമൊക്കെ ഈ അടുത്ത കാലത്ത് എടവണ്ണയിൽ നടന്ന ഒരു സംയുക്ത കൌൺസിലിന്റെ കാര്യങ്ങൾ എടുത്തു പറയാറുണ്ട്. അവിടെ കുറെ പ്രസ്താവനകൾ നടത്തി, വെളിപ്പെടുത്തലുകൾ നടത്തി എന്നൊക്കെ പറയാറുണ്ട്. ഈ നടത്തിയ പ്രസ്താവനകളിലും വെളിപ്പെടുത്തലുകളും നമ്മൾക്ക് എടുത്തു പറയാൻ തക്ക വിധം എന്തെങ്കിലും വെളിപ്പെടുത്തലുകളും പ്രസ്താവനകളും അവിടെ നടത്തിയിട്ടുണ്ടോ എന്ന് വിശദീകരിക്കുവാൻ തയ്യാറാവുമോ? ശരിക്കും ആ വെളിപ്പെടുത്തലുകൾ ഇന്ന് നെറ്റിലുണ്ട്. AP മുജാഹിദ് സംയുക്ത കൌൺസിൽ എന്ന് അടിച്ചാൽ യൂട്യൂബിൽ അത് കാണാൻ സാധിക്കും. വളരെ കൃത്യമായിട്ട് കേൾക്കാം എല്ലാവരുടെ പ്രസംഗങ്ങളും. എമ്പാടും നമുക്ക് എടുത്തു പറയാനുണ്ട്. കാരണം ഇവർ ഈ ശിർക്കിലേക്കും കുഫറിലേക്കും അന്ധവിശ്വാസത്തിലേക്കും ഈ സമൂഹത്തെ തെളിച്ചുകൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ ഏകദേശം ഒരു 5 വർഷം മുമ്പ് 2007 ഇസ്ലാഹിൽ ഇവർ എഴുതിയത്, വിജനമായ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്ന് മലക്ക് എന്നെ രക്ഷിക്കുമെന്ന് കരുതി അള്ളാന്റെ അടിമകളെ എന്നെ കാക്കണേ എന്നൊരാൾ വിളിച്ചു തേടിയാൽ അതിൽ ഒരു പോരായ്മയില്ല, അത് ശിർക്കല്ല, അഭൗതികമായ തേട്ടല്ല എന്ന് ഇവർ എഴുതിയത്. പിന്നെ അതിനുശേഷം എമ്പാടും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരത്തിൽ ശിർക്കൻ വാദങ്ങൾ, കുഫറിലേക്ക് എത്തുന്ന വാദങ്ങൾ, സിഹിർ, അന്ധവിശ്വാസങ്ങളൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ 5 കൊല്ലായി നമ്മൾ എതിർത്തിരുന്നു. അന്നൊക്കെ ഇന്ന് ഈ വെളിപ്പെടുത്തിയിട്ടുള്ള TP അബ്ദുറഹ്മാൻ മദനി, MM മദനി ഒക്കെ പറഞ്ഞ് ഒക്കെ നിങ്ങൾ വെറുതെ പറയാം, ആരോപണം ഉന്നയിക്കാന്നാ. പക്ഷെ ഇന്ന് നമ്മൾ എന്തൊക്കെയാണോ ഇവരുടെ പേരിൽ ഉന്നയിച്ചിരുന്ന വസ്തുതകൾ, ആ വസ്തുതകളൊക്കെ ശരിയാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ വരെ അക്കൂട്ടത്തിലുണ്ട് എന്ന് അവരുടെ സീനിയർ സെക്രട്ടറി അഹമ്മദ് അലി മദനി വരെ പറഞ്ഞിട്ടുണ്ട്. അള്ളാനെപ്പോലെ ശൈത്താനും കഴിവുണ്ട് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. പഴകിപ്പുളിച്ച മുജാഹിദുകൾ ചെറുത്തു തോൽപ്പിച്ച പഴകിപ്പുളിച്ച ആദർശങ്ങളും വാദങ്ങളുമാണ് ഇവർ കൊണ്ടു നടക്കുന്നത് എന്ന് TP അബ്ദുള്ള കോയ മദനി പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ എതിർത്ത ഹദീസ് നിഷേധിയാണെന്ന് ഒരു ആലങ്കാരിക പ്രയോഗവും മാന്യതയില്ലാതെ ഇവർ നടത്തുന്നു എന്ന് പറഞ്ഞ് കണിശമായി അവർ നടത്തുന്ന മുഴുവൻ ശിർക്കൻ വാദങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇവർ കൌൺസിലിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ പറയട്ടെ, അത് ആദർശത്തോട് പ്രതിബദ്ധത ഉണ്ടായതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സ്ഥാനമാനം നിലനിർത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സക്കരിയക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നു. ഒക്ടോബർ 5 ഒക്ടോബർ കഴിഞ്ഞു.
അതുപോലെ തന്നെ നവംബർ കഴിഞ്ഞു, ഡിസംബറും കഴിഞ്ഞു, ജനുവരി 5 കഴിഞ്ഞിട്ടുണ്ട്. ഇന്നേ വരെ ഒരു അച്ചടക്ക നടപടിയും കണ്ടിട്ടില്ല. സക്കരിയ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചവിട്ടി പുറത്താക്കിയാലും പോകൂല, ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കന്നെ ചെയ്യുന്നതാണ്. അപ്പൊ ഈ വെളിപ്പെടുത്തലുകളിൽ എമ്പാടുണ്ട് അവരുടെ അന്ധവിശ്വാസങ്ങൾ. നമ്മൾ സൂചിപ്പിച്ചിരുന്ന കാര്യം അവർ അംഗീകരിച്ചു. അതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ കളവ് പറഞ്ഞിരുന്നു എന്ന് അവർ പറഞ്ഞത് അവരെന്നെ പിൻവലിച്ചു. അൽഹംദുലില്ലാ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ മുജാഹിദുകളുടെ ഭാഗത്ത് നിന്ന് തന്നെ കുറച്ചാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അബോധികമായിട്ട് നമ്മളെ ജിന്നും മലക്കുകളൊക്കെ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സാധനങ്ങൾ, ദൂരെയുള്ള സാധനങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം മുതൽ ഞാനിങ്ങനെ ആകാശത്തൊക്കെ നോക്കി നടക്കും. അപ്പോൾ പറവകളെയും ഈ പ്ലെയിനുകളെയൊക്കെ കാണാമെന്നല്ലാതെ വാച്ച്, ക്ലോക്ക്, പിന്നെ മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ ഇവർ പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ അതൊന്നും കാണുന്നില്ല. കാരണം ഇത് കുട്ടികൾക്ക് പോലും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു വിഷയമാണ്. നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മുമ്പ് കാണുന്ന ആ പറവകൾ തന്നെയാണുള്ളത്, പിന്നെ കാണുന്ന പ്ലെയിനുകളും. മലക്കുകളെ, ജിന്നുകളെയും നമുക്ക് കാണാൻ പറ്റില്ല എന്നും ഇവർ പറയുന്നുണ്ട്. പക്ഷെ അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ കാണണമല്ലോ. അത് ഭൂമിയിലൂടെ നടന്നിട്ടാണോ എങ്കിലും ആകാശത്തൂടെയാണെങ്കിലും കാണേണ്ടതാണ്. ഒന്ന് ചിലപ്പോൾ എന്റെ ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ടായിരിക്കാം, എന്നാലും അതൊന്ന് വിശദീകരിക്കണം. മറ്റൊന്ന് മുടിയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയിൽ നിന്ന് ബർക്കത്ത് എടുക്കാമെന്ന് AP സുന്നികളും AP മുജാഹിദ് വിഭാഗക്കാരും പറയുന്നത്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. ആദ്യത്തേത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ തന്നെ മറുപടി ഉണ്ട്. കാരണം ജിന്നിനെ കാണൂലെന്ന് ഏതായാലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൊണ്ടുവരുന്ന സാധനം കാണണല്ലോ. ജർമ്മനിയിൽ നിന്ന് മരുന്ന് ഇവിടെ എത്തിച്ചു കൊടുക്കും, പക്ഷെ മരുന്നും പറ്റി എന്തെങ്കിലും കാണണ്ടേന്ന്. പക്ഷെ നിങ്ങൾ ആ ചോദ്യം ഓലെടുത്ത് പോയി ചോദിച്ചാൽ അപ്പം നിങ്ങൾ പറയും ഹദീസ് നിഷേധിയാന്ന്. കാരണം ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആ ടീമിന് ആദ്യം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ബുദ്ധി തീരെ ഉപയോഗിക്കരുത്. നരകാവകാശി പരലോകത്തിലെത്തുമ്പോ പറയുന്ന ലൗ കുന്നാ നസ്മൗ ഔ നഅഖിലു മാ കുന്നാഫി അസ്സാബി സൈർ, ഞങ്ങൾ കാര്യങ്ങൾ കേൾക്കേണ്ട വിധത്തിൽ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ നരകത്തിലെത്തുമായിരുന്നില്ല എന്ന്. അപ്പൊ ബുദ്ധി ഉപയോഗിക്കരുത് എന്ന് ആദ്യം തന്നെ അവരെ പഠിപ്പിച്ചത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഹദീസ് നിഷേധമായിരിക്കും. അദ്ദേഹം തന്നെ അതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മുടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ബഹുമാന്യനായ മൊയ്തീൻകുട്ടി സുലമി സൂചിപ്പിക്കും. പ്രവാചകന്റെ മുടിയുടെ ബർക്കത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ നമ്മുടെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി നബി ഒരിക്കൽ വിതരണം ചെയ്തിട്ടുണ്ട്. അത് ഹദീസിൽ വന്നതാണ്. അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ 4 ഉംറകൾ നിർവഹിച്ചിട്ടുണ്ട്. ആ മുടി കുഴിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം മാത്രമാണ് പ്രവാചകൻ അബൂ തൽഹയോട് മുടി വിതരണം ചെയ്യാൻ പറഞ്ഞു. അത് ഓരോ സഹാബിക്കും ഓരോ മുടിയാ കൊടുത്തതെന്ന് ഫത്ഹുൽ ബാരിയിൽ അസ്കലാനി റഹ്മത്തുള്ള രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്ത്രീ, ഇതൊക്കെ ഒറ്റപ്പെട്ട പ്രവാചകന്റെ ഒരു ചര്യയാണെങ്കിൽ അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, ഇവരൊക്കെ സ്വർഗവാസികളാണെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ സഹാബികളാ 4 ഖലീഫമാര്. അവരാരും പ്രവാചകന്റെ ഒരു ശേഷിപ്പിനും പ്രത്യേകത നൽകിയിട്ടില്ല. പിന്നെ ഈ ഒറ്റപ്പെട്ട ഒരു പെണ്ണ്, ഒരു സ്ത്രീ പ്രവാചകന്റെ വിയർപ്പ് എടുത്തപ്പോ നബി അതിനെ എതിർത്തില്ല. അപ്പൊ ഇത്തരം സംഭവങ്ങള് എന്തുകൊണ്ടാണ് നബി മുടി വിതരണം ചെയ്തത്, എന്തുകൊണ്ടാണ് വിയർപ്പെടുത്ത ഒരു പെണ്ണെടുത്തപ്പോൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ സഹാബത്തിന്റെ പ്രവാചകന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ, അതിന് ബർക്കത്തുണ്ടായിരുന്നുവെങ്കിൽ മൊത്തത്തിൽ എല്ലാ സഹാബികളും പ്രവാചകന്റെ തിരുശേഷിപ്പുകൾക്ക് വേണ്ടി കടിപിടി കൂടുമായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അപ്പൊ ഇത് എന്തിനാണെന്ന് ഫത്ഹുൽ ബാരിയിൽ വളരെ വ്യക്തമായിട്ട് അസ്കലാനി രേഖപ്പെടുത്തിയത്, ഒന്ന്, ഈ മുടിയും മനുഷ്യന്റെ മുടിയും വിയർപ്പും അത് നജസല്ല എന്ന് ലോകർക്ക് മനസ്സിലാകാൻ വേണ്ടി നബി ഒരു കാര്യം അനുവദിക്കുമ്പോൾ അതിലൊരു ഹുക്കുമുണ്ടാവും. മറ്റൊന്ന്, ഇത്തരം കാര്യങ്ങൾ പലതും നടന്നിട്ടുള്ളത് പ്രവാചകൻ യുദ്ധരംഗത്തോ അല്ലെങ്കിൽ പ്രവാചകനോട് വളരെ മത്സരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പൊ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം, നബിയെ സംബന്ധിച്ച് ശത്രുക്കൾക്കിടയിൽ മതിപ്പുണ്ടാകാൻ വേണ്ടിയായിരുന്നു നബി
മുടി വിതരണം ചെയ്യാൻ കൽപ്പിച്ചതും വിയർപ്പെടുക്കാൻ അനുവദിച്ചതും എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. മാത്രമല്ല, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഞാൻ അംഗീകരിക്കുന്ന തെളിവും അതാണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഈ ബർക്കത്ത്? ബർക്കത്ത് പറഞ്ഞാൽ എന്താ? ആ വലിയന് ബർക്കത്തുണ്ട്, അയാളെ ഖബറിന് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ അദൃശ്യമായ നിലക്ക് ഖൈറ് ചെയ്യാൻ കഴിവുണ്ട് എന്നാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിക്ക് ബർക്കത്തുണ്ട്, വിയർപ്പിന് ബർക്കത്തുണ്ട്, ഉമിനീരിന് ബർക്കത്തുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു നടക്കുക. യഥാർത്ഥത്തില് പ്രവാചകന്റെ സ്വന്തം ശരീരത്തിന് പോലും അദൃശ്യമായ നിലയിൽ ഒരു ഗുണമോ ദോഷമോ ചെയ്യാൻ പ്രവാചകന് കഴിയൂല എന്നാ ഖുർആൻ പറയുന്നത്. ഉല്ലാ അംലികു ലനഫ്സി ലർറൻ വലാ നഫഅ. ഖുൽ നബിയെ പറയുക, ലാ അംലികു ലനഫ്സി, എന്റെ സ്വന്തം ശരീരത്തിന് പോലും ഞാൻ ഉടമപ്പെടുത്തുന്നില്ല, നഫ്അൻ വലാ ലർറ, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ, ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിക്കലല്ലാതെ. പ്രവാചകന്റെ ജീവിതത്തിൽ നിരവധി അപകടങ്ങൾ. ഉഹദ് യുദ്ധത്തില് പ്രവാചകന്റെ മുൻപല്ല് നഷ്ടപ്പെട്ടു. പ്രവാചകന്റെ ആത്മാവടങ്ങുന്ന പുണ്യ ശരീരം, ഈ ശരീരത്തിന് ബർക്കത്ത് ചെയ്യാൻ നബിക്ക് കഴിഞ്ഞിട്ടില്ല. ഇൻ യംസസ്കും ഖർഹൻ ഫഖദ് മസ്സൽ ഖൗമ ഖർഹും മിസ്ലുഹു വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ് വലിയഅലമ അല്ലാഹു അല്ലദീന ആമനൂ വയത്തഖിദ മിൻകും ശുഹദാ വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. ഉഹദിലെ പരാജയത്തെ കുറിച്ചാ പറഞ്ഞത്. ഇൻ യംസസ്കും ഖർഹൻ, നിങ്ങൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉഹദില് ഫഖദ് മസ്സൽ ഖൗമ ഖർഹും മിസ്ലുഹു, മറ്റേ കൗമനും ബദറിൽ വെച്ച് അപകടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഉഹദ് രണാങ്കണത്തിൽ പ്രവാചകന്റെ തിരു ശരീരത്തിന് ബർക്കത്ത് കൊടുക്കാൻ നബി കഴിഞ്ഞിട്ടില്ല. മുൻപല്ല് നഷ്ടപ്പെട്ടു, മുഖത്ത് പടത്തൊപ്പിയുടെ ആണി നിറച്ചു, ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണ് പ്രവാചകന് വേദന അനുഭവിച്ചു. ത്വായിഫിലേക്ക് ഹിജ്റ പോയപ്പോൾ ശത്രുക്കൾ എറിഞ്ഞ് കാലിൽ നിന്നും ചോര ഒലിപ്പിച്ചു. സ്വന്തം ശരീരത്തിന് ബർക്കത്ത് കൊടുക്കാൻ പ്രവാചകന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കഴുത്തിലിട്ടപ്പോൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ മകളാണ് അത് എടുത്തു മാറ്റിയത്. അപ്പൊ സ്വന്തം ശരീരത്തിന് പോലും ബർക്കത്ത് ചെയ്യാൻ പ്രവാചകന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രവാചകൻ കഴുകിക്കളയുകയോ കുഴിച്ചു മൂടുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്യുന്ന ജീവനില്ലാത്ത നിർജീവമായ വസ്തുക്കൾക്ക് അദൃശ്യമായ നിലയിൽ ബർക്കത്ത് ചെയ്യാൻ എങ്ങനെ കഴിയും? പിന്നെ ഖൈറും ഷർറും അള്ളാന്റെ അടുത്തുനിന്നാണ് എന്തിനാ വിശ്വസിക്കേണ്ടത്? ഈമാൻ കാര്യത്തില് വിശ്വാസമുള്ളവനത് പറയാൻ കഴിയോ? ഇപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു പത്രം ഉണ്ടല്ലോ, അത് ആദ്യം തന്നെ ഉണ്ടാക്കിയത് ആളുകളെ കുറിച്ച് പരദൂഷണം എഴുതിവിടാനാ. ജനങ്ങളെ ആദരിക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ച് തനി തോന്നിയാശ എഴുതിവിടുക. എല്ലാ ഖുറാബാത്തും അംഗീകരിച്ചപ്പോ അയിമല. ഇപ്പൊ നബിന്റെ മുടിക്ക് ബർക്കത്തുണ്ട് അറിഞ്ഞാണ്ട ഇസ്ലാമിലെ ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചിലവര്. അത് അധികം കോപ്പിയൊന്നും ഇല്ലെങ്കിലും കുറച്ച് ആൾക്കാരെ വാങ്ങലുള്ളെങ്കിലും ഈ ജാതി ഇപ്പൊ അതിന്റെ പിന്നിലാ. ആരാ ബർക്കത്ത് കൊടുക്കുന്നത്? ബർക്കത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹു ആണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ബൈത്തുൽ മുഖദ്ദസിനെ പറ്റിയാ പറഞ്ഞത്. ബാറക്നാ ഹൗലഹു, ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗവും നാം ബർക്കത്ത് നൽകിയിരിക്കുന്നു, അദൃശ്യമായ നിലയിൽ അനുഗ്രഹം നൽകിയിരിക്കുന്നു. അപ്പൊ ആരാ ബർക്കത്ത് നൽകുന്നവൻ? നബിയാണോ? നബിന്റെ മുടിയാണോ? അള്ളയാണോ? വിവാഹബന്ധം കഴിഞ്ഞാൽ വധൂവരന്മാർക്ക് ബർക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, നിങ്ങളുടെ മേൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ആരാ ബർക്കത്ത് നൽകുന്നവൻ? അല്ലാഹു. നബിക്ക് ബർക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാ? വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇമാം മുസ്ലിമിന്റെ ഹദീസല്ലത്.
മുഹമ്മദ് നബിക്ക് ബർക്കത്ത് കൊടുക്കണേ, ഇബ്രാഹിം നബിക്ക് ബർക്കത്ത് കൊടുക്കണേ. ഇബ്രാഹിം നബിക്ക് ബർക്കത്ത് കൊടുത്തതുപോലെ മുഹമ്മദ് നബിക്കും കൊടുക്കണേ. അപ്പൊ ബർക്കത്തിന്റെ ഉടമസ്ഥനാരാ? അള്ളാഹുവാണ്. അള്ളാഹുവാണ്. അപ്പോ വേറെ ആരുമല്ല ബർക്കത്ത് കൊടുക്കുന്നത്. നബി പലപ്പോഴും ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അള്ളാഹുവിന് പിന്നെ ഏത് സമയത്തും ബർക്കത്ത് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ബർക്കത്തിന് ഖുർആൻ പറഞ്ഞ മറ്റൊരു പേരാ ഫളല്, അനുഗ്രഹം. ഖുൽ ഇന്നൽ ഫളല ബിയദില്ലാഹ്, നബിയെ പറയുക എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ പക്കലാ. അപ്പൊ പ്രവാചകന്റെ മുടിക്കോ നബിക്കു പോലുമോ അദൃശ്യമായ നിലയിൽ അനുഗ്രഹം ചെയ്യാൻ കഴിവില്ല. അദൃശ്യമായ നിലയിൽ ഖൈറും ഷർറും നൽകുന്നവൻ അള്ളാഹുവാണ്. ഒരുപാട് ആയത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ട് ഞാൻ ഓതുന്നില്ല. ഈ തെളിവുകൾ നിങ്ങൾക്ക് വേണ്ടത്ര മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റസൂലിന്റെ അടുത്ത കാലത്ത് ഒരു ഹദീസ് പറയുന്നത്, പിന്നെ പ്ലേഗ് രോഗം വന്നപ്പോ അത് ജിന്നുകൾ, നിങ്ങൾ ശത്രുക്കളായ ജിന്നുകൾ വരുത്തിയാണെന്നാണ്. അപ്പൊ അത് ജിന്നുകൾ രോഗം വരുത്തുമെന്നുള്ള തെളിവല്ലേ? മറ്റൊരു ചോദ്യം കൂടി, നമ്മളെ ഫാത്തിഹയിൽ പറയുന്ന ഒരു കാര്യം, അവസാന ഭാഗത്ത് അയ്ൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുന്നിടത്ത് അത് പിന്നെ ഈ പറയുന്ന പിന്നെ വിഭാഗം ക്രിസ്ത്യാനികളും അതുപോലെ ജൂതന്മാരുമാണെന്ന് അമാനിവാലിന്റെ തഫ്സീറിൽ പറയുന്നുണ്ടെന്ന്. അപ്പൊ അത് ഖുർആൻ കൊണ്ട് തെളിയിക്കപ്പെട്ടതാണോ? അങ്ങനെ പറയുന്നുണ്ടോ എവിടെയെങ്കിലും? ഈ പ്ലേഗ് ഉണ്ടാക്കുന്നത് ജിന്നാളല്ലേ? ഏതായാലും എയ്ഡ്സ് ഉണ്ടാക്കുന്ന ജിന്നാളല്ലേ എന്ന് പറയാത്ത വലിയ ഭാഗ്യം. അതേമാതിരി തന്നെ ഇപ്പൊ തക്കാളിപ്പനി, പന്നിപ്പനി പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മള് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണല്ലോ ഇപ്പോ ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ എന്റെ ഉമ്മത്തികളിനി ഫനാ ഉമ്മത്തി, എന്റെ ഉമ്മത്തികളുടെ മരണം തഅനുകൊണ്ടും താഴൂന് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്താ തഅന്, എന്താ താഴൂന്? അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ ഈ പിന്നെ കുന്തം കൊണ്ടുള്ള കുത്ത് എന്ന് പറഞ്ഞ എന്താ ഞങ്ങൾക്കറിയാം, പക്ഷെ എന്താണ് ഈ പ്ലേഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അത് നിങ്ങളുടെ ശത്രുക്കളായ ജിന്നുകളുടെ കുത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് ഹദീസിലുള്ളത്. അപ്പൊ ഇവിടെ ആൾക്കാർ പറയുന്നത് പ്ലേഗ് രോഗം ഉണ്ടാക്കുന്നത് ജിന്നുകളാണ്, ജിന്നുകൾക്ക് ഇങ്ങനെ ഭൗതിക രൂപത്തിൽ ഇടപെടാനും മറ്റും കഴിയും എന്നുള്ളതിലെ തെളിവാ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉപയോഗിച്ച ജിന്ന് എന്നുള്ള പദം ഉണ്ടല്ലോ, ജിന്ന് എന്നുള്ള പദം എന്താണ്? ജിന്ന് എന്ന് ആദ്യം നമ്മൾ ഒന്ന് പെട്ടെന്ന് നോക്കുക, സമയമില്ലായ്മ നമ്മളെ നല്ലോ ബാധിക്കുന്നുണ്ട്. ഭാഷാപരമായിട്ട് ജന്നഷൈ, ജന്നീന്നാണല്ലോ ജിന്നുണ്ടാവുന്നത്. ജന്നഷൈ എന്ന് പറഞ്ഞാൽ സതറ അങ്ക, നിന്നിൽ നിന്നു മറഞ്ഞത് എന്നാ. അപ്പൊ എങ്ങനെ അർത്ഥം വന്നു? ഫഖദ് ജന്ന അൻക വബിഹി സുമ്മിയൽ ജിൻ ലിസ്തിതാരിഹിം വഖ്തിഫാഇഹിം, മറഞ്ഞ ഗോപ്യമായ വസ്തു എന്നാണ് അതിനർത്ഥം. അതിന് ഭാഷാപരമായിട്ട് ജിന്ന് എന്ന് പറയാം. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇമാം റഷീദ് റിളയെ പോലുള്ള ആൾക്കാർ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. വൽ ഹാസിൽ, അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അന്ന ഇസ്മൽ ജിൻ വശയാത്തീൻ യുത്ലഖു ഇൻദൽ അറബി, അറബികളുടെ അടുത്ത് ഭാഷാപരമായിട്ട് ഷെയ്ത്താൻ, ജിന്ന് എന്ന പദങ്ങളൊക്കെ പ്രയോഗിക്കപ്പെടും. അലാ ബഅദിൽ ഹശറാത്തി വൽ ഹയവാനാത്തി ളാറ, ചില പ്രാണികൾക്ക്, ചില ജീവികൾക്ക്, ഉപദ്രവം ചെയ്യുന്ന ജീവികൾക്ക്, അവിൽ ഖബീഹത്തി, അല്ലെങ്കിൽ കാണാൻ ചൊറുക്കില്ലാത്ത വികൃത രൂപത്തിലുള്ള പല ജീവികൾക്കും അറബികൾ ഭാഷാപരമായിട്ട് ജിന്ന് എന്നും ഷെയ്ത്താന് എന്ന് പറയും. ഇപ്പൊ എന്ത് മനസ്സിലായി നമുക്ക്? ഭാഷാപരമായിട്ട് ഒരു ഗോപ്യമായ വസ്തുവിനെ ജിന്ന് എന്ന് ഭാഷയിൽ വിളിക്കാം. അതുപോലെ മറഞ്ഞു നിൽക്കുന്ന വസ്തുവിനെ വിളിക്കാം. ഉപദ്രവകാരികളായ ജീവികളെ ജിന്ന് എന്നോ ഷെയ്ത്താനോ എന്ന് വിളിക്കാം. അതുപോലെ വികൃത രൂപമുള്ള വസ്തുക്കളെയും ഷെയ്ത്താന് എന്നോ ജിന്ന് എന്ന് വിളിക്കാം. അറബികൾക്ക് അങ്ങനത്തെ പ്രയോഗമുണ്ട്. ഈ കാര്യം നമുക്ക് മനസ്സിലായല്ലോ. അതുപോലെ മറ്റ് ജിന്നുകളുണ്ട്, യഥാർത്ഥ ജിന്നുകളുണ്ട്. എങ്കിൽ എന്താ അവിടെ സംഭവിച്ചത്?
എങ്കിലെന്താ സംഭവിച്ച അള്ളാന്റെ റസൂല് പറഞ്ഞു വഖ്സ് അഅദായിക്കുമുൽ ജിന്നുകളിൽ നിന്നുള്ള നിങ്ങളുടെ ശത്രുക്കളെ കുത്താണ് എന്ന് റസൂലുള്ള പറഞ്ഞു. ഏത് പ്ലാഗ് ഉണ്ടാക്കല്? സയ്യിദ് റഷീദ് റിളയെ പോലുള്ള ആൾക്കാരും ഭാഷയിലും എന്താ പറഞ്ഞത്? ഗോപ്യമായ ഉപദ്രവകരമായ ജീവികളെ ജിന്ന് എന്ന് പറയാം. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താ ജിന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത് മനുഷ്യന് പ്ലേഗ് ഉണ്ടാക്കുന്ന ആ വൈറസുകൾ ആ അർത്ഥത്തിൽ പറയാം. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു നിങ്ങളെ ജിന്ന് കുത്തുന്നതാണ് താഴൂൻ പ്ലേഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഭാഷാപരമായിട്ട് അങ്ങനെ പറയാം. ഉപദ്രവകാരികളായ ചെറിയ ജീവികൾ. അതിനല്ലേ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ പറയല് വൈറസ്, അതുപോലെ തന്നെ ബാക്ടീരിയ എന്നൊക്കെ പറയല്. ഈ അർത്ഥാണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നല്ലാതെ പ്ലേഗ് ഉണ്ടാക്കാനായിട്ട് മുമ്പ് ഗുജറാത്തിലുണ്ടായാലല്ലേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കുറെ ജിന്നുകൾ ഇറങ്ങി എന്നല്ല. അതിന്റെ ഒക്കെ പുറത്ത് ഈ ഹദീസ് അത്രമാത്രം തെളിവിന് പിടിക്കപ്പെടാൻ മാത്രം ശക്തിയുള്ള ഹദീസും അല്ല. അതിന്റെ ദുർബലതയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമുക്ക് നേരം വൈകും. ഈ ഹദീസെ ഒരു തെളിവിന് നിരത്താൻ മാത്രം ശക്തമായ ഹദീസുമല്ല. ഇനി അവിടെ അല്ലാഹു തആലയുടെ റസൂൽ ആദ്യം പറഞ്ഞൊരു ആ ഭാഷാപരമായ പ്രയോഗം നോക്കി. എന്റെ ഉമ്മത്തികളുടെ അധിക പേരുടെയും മരണം കുത്തുകൊണ്ടാണ്, കുന്തം കൊണ്ട്. എന്താ അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്? ഇവിടെ റസൂലുള്ളാഹി അത് പറഞ്ഞതിന്റെ ശേഷം ലോകത്ത് അധിക ആൾക്കാരും മരിച്ചത് കുന്തം കൊണ്ട് കുത്തിയിട്ടാ അല്ല. അതേ സന്ദർഭത്തിൽ പല യുദ്ധങ്ങളില് അല്ലേ, ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, അതുപോലത്തെ ഒരുപാട് യുദ്ധങ്ങളിൽ അവിടെ അപ്പൊ അള്ളാഹുവിന്റെ റസൂല് കുന്തം എന്ന് ഉപയോഗിച്ചത് പൊതുവെ ആയുധങ്ങൾ, അതൊക്കെ അതിൽ ഉൾപ്പെടാലോ. എന്നതുപോലെ തന്നെയാണ് ജിന്നുകളിൽപ്പെട്ട ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഗോപ്യമായ, കാണാൻ പറ്റാത്ത, വികൃതമായ, ഉപദ്രവകാരികളായ ജീവികൾ. ഇതും ജിന്നിനർത്ഥമുണ്ട്. അപ്പൊ അത്തരം ജീവികളാണ് ഈ താഴൂന് പ്ലേഗ് ഉണ്ടാക്കുന്നത്. ഇതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. പിന്നെ അപ്പൊ ഏറെക്കുറെ മനസ്സിലാക്കി, കൂടുതൽ വിവരിക്കാൻ നമുക്ക് സമയമില്ല. രണ്ടാമത് ആ ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിന്റെ അർത്ഥം നമ്മളെ ഉസ്താദുമാരാരെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരും. അദ്ദേഹം ചോദിച്ചത് രണ്ടാം ഭാഗമായിട്ട് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നിന്റെ കോപത്തിന് വിധേയമായവരുടെ മാർഗത്തിലല്ല, അതുപോലെ വഴിപിഴച്ചവരുടെയും മാർഗത്തിലല്ല എന്ന് പറയുന്നത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറയാറുണ്ടല്ലോ, അത് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. പരിശുദ്ധ ഖുർആനിലെ മറ്റു പല ആയത്തുകളും അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. പടച്ചവന്റെ കോപത്തിന് വിധേയമായിട്ടുള്ളവർ ഈ ടീമാണ് എന്ന്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ തഖദു ഖുബൂർ അംബിയായി മസാജിദ, ഖാതലല്ലാഹുൽ യഹൂദ വന്നസാറ തഖദു ഖുബൂർ അംബിയായി മസാജിദ എന്ന് ഹദീസുകളിലും കാണാം. അപ്പൊ ആ ടീം തന്നെയാണത്. പക്ഷെ അവരിൽ മാത്രം ക്ലിപ്തപ്പെടുത്തേണ്ടതില്ല ഇത്. നേരെ മറിച്ച് ഇവർ ചെയ്ത അതേ പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് മുഴുവൻ ഇത് ബാധകമാണ് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. അത്രേ ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. ഒരു സമാപന പ്രസംഗം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം സാബിക് പുല്ലൂര്, അദ്ദേഹം വളർന്നു വരുന്ന ഒരു യുവ പ്രാസംഗികനാണ്. അദ്ദേഹം മലപ്പുറം ജില്ല MSMന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സമാപന പ്രസംഗം നടത്താൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ അല്ലമനാ മാ ലം നഅലം الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على نبينا محمد وعلى آله وصحبه ومن اتبعهم بإحسان إلى يوم الدين. വേദിയിലിരിക്കുന്ന അഭിവന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, ആദരണീയരായ ആദർശ സുഹൃത്തുക്കളെ, ബഹുമാനം നിറഞ്ഞ പ്രദേശവാസികളെ, ശ്രോതാക്കളെ, ISM കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മതം, ധാർമ്മികത, നവോത്ഥാനം എന്ന വിഷയത്തിലൂന്നി ഉള്ള ഓപ്പൺ ഫോറത്തിന്റെ സമാപനത്തിലേക്ക് പരിപാടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതിന്റെ ചർച്ചകളുടെയും ചോദ്യോത്തരത്തിന്റെയും ഒക്കെ ആകത്തുക എന്ന് പറയുന്നത് മനുഷ്യരായ അള്ളാഹുവിന്റെ
വിനീത ദാസീദാസന്മാർ ജീവിതത്തിന്റെ അർത്ഥപൂർണമായ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ജീവിതത്തെ വിമലീകരിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുക എന്നതാണ്. സംശയങ്ങൾ ഏതേത് വിഷയത്തിലുണ്ടെങ്കിലും വിശിഷ്യ ഒരിക്കലും അവസാനിക്കാത്ത അനശ്വരവും അനിഷേധ്യവുമായ പാരത്രിക ലോകത്തെ സംബന്ധിച്ചുള്ള മതപരമായ സ്പിരിച്വലായ വിഷയങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് എങ്കിൽ കിട്ടുന്ന അവസരത്തിൽ ഉപയോഗപ്പെടുത്തി സംശയങ്ങൾക്ക് ദൂരീകരണം ഉണ്ടാക്കുക എന്നത് വിവേകികളായ വിശ്വാസികളുടെ അടയാളവും അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്നത് സത്യപ്രബോധനത്തിന്റെ വീതിയിൽ സന്മാർഗം മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ട പ്രബോധകരുടെ കർത്തവ്യവുമാണ്. യഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ ചൊവ്വായ പാതയിലൂടെ വഴി നടത്തണമേ എന്ന പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹയിലെ 6-ാം സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഓരോ വിശ്വാസിനികളും ഓതാറുള്ളത്. സർവ മനുഷ്യർക്കും മാതൃകായോഗ്യമായ ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് ജീവിക്കാൻ അർഹതപ്പെട്ട ആളുകളാണ് സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങൾ ഓരോരുത്തരും. മതവും ധാർമ്മികതയും നവോത്ഥാനവുമൊക്കെ ഏറെ ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സമകാലിക ചുറ്റുപാടിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനുമായി പ്രചരണങ്ങളുമായി ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവഘടകം പ്രബോധന വീതിയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. മതം എന്ന് പറയുന്നത് സർവ പ്രശ്നങ്ങളുടെയും നിദാനമാണ് എന്ന ഒരു ചിത്രീകരണവും ദുർവ്യാഖ്യാനവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ റിലീജൻ ഈസ് എ സൊല്യൂഷൻ. മതം എന്ന് പറയുന്നത് പരിഹാരമായിരിക്കണം. മതം എന്ന് പറയുന്ന മോക്ഷത്തിന്റെയും ക്ഷേമത്തിന്റെയും മാർഗത്തിലൂടെ മതത്തിന്റെ അനുയായികൾ ജീവിക്കുമ്പോഴും ചലിക്കുമ്പോഴുമാണ് മതം മോക്ഷത്തിന്റെ മാർഗമാണ് എന്ന് ബഹുസ്വരതയിലെ അമുസ്ലിങ്ങളായ സുഹൃത്തുക്കൾക്കും മതനിഷേധികളായ ആളുകൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കുക. ആ ഒരു ഡ്യൂട്ടി മുസ്ലിമീങ്ങൾ ഏറ്റെടുക്കണം. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 2-ാം ജുസ്ഇലെ 2-ാം സൂക്തത്തിൽ സൂചിപ്പിച്ചതുപോലെ വജഅൽനാകും ഉമ്മതൻ വസത ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. വജഅൽനാകും നാം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഉമ്മതൻ വസത മാതൃകായോഗ്യമായ സമൂഹമായി. ലിതകൂനൂ മുസ്ലിമീങ്ങളെ ലിതകൂനൂ ശുഹദാ അലന്നാസ് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കണം. വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ എങ്ങനെയാണ് ജനങ്ങൾക്ക് സാക്ഷികളാകേണ്ടത് എന്ന വിഷയത്തിൽ സ്വന്തം ജീവിതത്തിലും കുടുംബ പശ്ചാത്തലങ്ങളിലും ദാമ്പത്യ രംഗങ്ങളിലും സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുമൊക്കെ ഒരു മനുഷ്യൻ ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടത് എന്നതിന്റെ മാതൃകയായി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ശർഈയായ മതപരമായ 23 വർഷക്കാലത്ത് ജീവിതത്തിലൂടെ കാഴ്ചവെച്ചിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ആ മാതൃകയാണ് പിൻപറ്റേണ്ടത്. അതാണ് ഇസ്ലാം എന്ന് പറയാറുള്ളത്. മുൻഗാമികളായ പ്രവാചകന്മാർ നിർണയിക്കപ്പെട്ട സമൂഹങ്ങളിൽ പ്രബോധനം ചെയ്തിട്ടുള്ള മതം തന്നെയാണ് അതിന്റെ പൂർത്തീകരണമായി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ലോകത്തിന് സർവേശ്വരൻ സമർപ്പിച്ചിട്ടുള്ളത്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരവും എന്റെ ജീവിതവും എന്റെ ചര്യകളും എന്റെ മരണവുമൊക്കെ ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ നാഥനുള്ളതാകുന്നു. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു. ആ റബ്ബിന് പങ്കുകാരില്ല എന്ന് പറയുന്ന മുസ്ലിമീങ്ങളിൽ വഅന അവ്വലുൽ മുസ്ലിമീൻ ഞാൻ ഒന്നാമനായ മുസ്ലിമാകുന്നു എന്നതാണ്. തൗഹീദ് പഠിപ്പിക്കുന്നത് മതം പഠിപ്പിക്കുന്നതാണ്. മാന്യമായി മിതമായി വിവേകപരമായി സമൂഹത്തിലൂടെ കുടുംബത്തിലൂടെ ദാമ്പത്യത്തിലൂടെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കണം. സർവമതങ്ങളും മനുഷ്യരെ ക്ഷണിക്കുന്നത് ധാർമ്മികതയുടെ പടവുകളിലേക്കാണ്. ഏകം സതിപ്ര ബഹുധാവദന്തി എന്ന ഏകത്വത്തെ വാഴ്ത്തിക്കൊണ്ട് ഏകത്വത്തിന്റെ സിദ്ധാന്തങ്ങൾ മനുഷ്യന്റെ ദിശയെ ചലിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടത് മനുഷ്യരെല്ലാം ഏകോദര സഹോദരങ്ങളും ഒരേ രക്ഷിതാവിനെ വണങ്ങിക്കൊണ്ട് പരസ്പരം സഹവർത്തിത്വത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ് എന്നാണ്.
അതുപോലെ തന്നെ സർവ്വമതങ്ങളുടെയും സന്ദേശങ്ങൾ അതാണ്. ഈ സന്ദേശങ്ങൾ പൊതുവായി മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യമായി കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം കണക്കാക്കുകയാണ്. കലുഷിതമായ പ്രശ്നം നിറഞ്ഞ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അനീതികളും അക്രമങ്ങളും ആഭാസങ്ങളും അശ്ലീലതകളുമൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമകാലിക ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മതത്തിലെ ആളുകൾ അശാന്തി പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. മതം സമാധാനമാണ് എങ്കിൽ എന്തേ മതത്തിന്റെ വക്താക്കൾ അശാന്തിക്ക് വേണ്ടി ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, ധാർമ്മികത നൽകുന്ന, റിഫോർമേഷൻ നൽകുന്ന, നവോത്ഥാനം സൃഷ്ടിക്കുന്ന മതത്തിന്റെ വിജ്ഞാനങ്ങളെ അറിവിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിലേക്ക് പ്രവേശിച്ച് ആദർശ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കാനുള്ള സാധ്യത നഷ്ടപ്പെടുത്തി കളയുമ്പോഴാണ് ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് സർവ്വ മനുഷ്യരും പഠിക്കണം. വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ ലേറ്റസ്റ്റ് റവല്യൂഷൻ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിന്റെ സിദ്ധാന്തം എന്താണ്? മുൻകാല വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് ആ വേദഗ്രന്ഥങ്ങളുടെ അനുയായികളും അതിന്റെ പ്രബോധകരുമായിട്ടുള്ള പ്രവാചകന്മാർ സമൂഹത്തിൽ സമർപ്പിച്ചിട്ടുള്ള നവോത്ഥാനത്തിന്റെ ആണിക്കല്ലായിട്ടുള്ള ലോകരക്ഷിതാവ് there is no God but Allah, la ilaha illallah എന്നതാണ്. ദൈവമല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നാണ്. നിരീശ്വരവാദികൾ പോലും ചില സാക്ഷ്യവചനത്തിന്റെ പാതി വിശ്വസിച്ചിരിക്കുകയാണ്. ദൈവമില്ല എന്ന് വിശ്വസിച്ച മനുഷ്യൻ മതവക്താവായി തീരുന്നത് ഏകനായ ദൈവത്തെ വണങ്ങി അംഗീകരിച്ച് അവന്റെ കൽപ്പനകളെ അനുധാവനം ചെയ്യുന്നതിലൂടെയാണ്. അതല്ലാതെ ഈ സമൂഹത്തിൽ ധാർമ്മികതയുണ്ടാവുകയില്ല. മതവിശ്വാസികൾ, മതം സ്വീകരിക്കാത്ത ആളുകൾ മതം പഠിക്കണം. മതം പഠിച്ച ആളുകൾ പഠിച്ചതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക തന്നെ വേണം. അതല്ലാതെ മനുഷ്യന്റെ ദിശണ കൊണ്ട്, മനുഷ്യന്റെ അറിവ് കൊണ്ട്, പരിമിതമായ വിജ്ഞാനം കൊണ്ട് ശാശ്വതമായ സൊല്യൂഷൻ, ശാശ്വതമായ പരിഹാരം സൃഷ്ടിച്ചെടുക്കൽ അസാധ്യമാണ്. എത്ര വിദ്യാസമ്പന്നനായിരുന്നാലും, ഏതൊക്കെ രൂപത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും, ജഡ്ജിമാരായിരുന്നാലും, വിദ്യാഭ്യാസ വിദഗ്ധനായിരുന്നാലും തെറ്റുപറ്റൽ സ്വാഭാവികമാണ്. ജൂലൈ 1-ാം തീയതി ഡൽഹി ഹൈക്കോർട്ടിലെ സ്വവർഗരതിക്ക് പെർമിഷൻ നൽകിക്കൊണ്ട് 2008 വിധി നമ്മൾ വായിച്ചതാണ്. ആരായിരുന്നു ആ ജഡ്ജ്? എത്രയോ വർഷക്കാലം വക്കീലായിക്കൊണ്ട് ഇവിടെ വിലസി ജീവിച്ചിട്ടുള്ള ആ മനുഷ്യൻ വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് അഥവാ കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് ഭൗതിക കണ്ണോടുകൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ട് പോലും സദാചാരത്തിന്റെ പ്രാഥമിക പാഠമെന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കുന്ന സ്വവർഗരതിക്ക് ഔദ്യോഗികമായ പെർമിഷൻ നൽകിയെങ്കിൽ ഒരു മനുഷ്യൻ മനസ്സിലാക്കണം, മനുഷ്യന്റെ ദിശനക്ക് പരിധിയുണ്ട്, മനുഷ്യന്റെ ചിന്തക്ക് പരിമിതിയുണ്ട്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, മനുഷ്യരെ അറിവിൽ നിന്ന് വളരെ കുറച്ചല്ലാതെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ പരിഹാരമുണ്ടാകണമെങ്കിൽ, പ്രശ്നങ്ങൾ ഇല്ലാതാകണമെങ്കിൽ, അധർമ്മങ്ങൾ വിഭാടനം ചെയ്യപ്പെടണമെങ്കിൽ കൃത്യമായി അള്ളാഹുവിന്റെ ഏകദൈവത്തിന്റെ പടച്ച റബ്ബിന്റെ ഭൂതകാലമെന്നോ വർത്തമാനമെന്നോ കഴിഞ്ഞുപോയതെന്നോ വരാനിരിക്കുന്നതെന്നോ വ്യത്യാസമില്ലാതെ, പരിമിതികളില്ലാതെ, സീമകളില്ലാതെ, നിയന്ത്രണങ്ങളില്ലാതെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളുടെ നിയന്താവായിട്ടുള്ള സർവചരാചരങ്ങളെയും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, സർവ മനുഷ്യരുടെയും ആന്തരിക അവയവങ്ങളിലെ പ്രതിഭാസങ്ങളെയും പ്രവർത്തനങ്ങളെയും ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന, സർവ മനുഷ്യരുടെയും ജാതിമത വർഗഭേദമന്യേ സർവ മനുഷ്യരുടെയും ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിന്റെ നിറം ചുവപ്പാക്കി മാറ്റിയിട്ടുള്ള, ഒരേ സൂര്യനിൽ നിന്ന് വെളിച്ചം നൽകുന്ന, ഒരേ മഴയിലൂടെ വെള്ളം നൽകിക്കൊണ്ടിരിക്കുന്ന, ഒരേ വായു ശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ രക്ഷിതാവിനെ കുറിച്ചുള്ള പഠനമാണ് സമൂഹത്തിൽ നടക്കേണ്ടത്. ആ ചിന്തയാണ് സമൂഹത്തിൽ നടക്കേണ്ടത്. അതിന്റെ പ്രാഥമിക പാഠമാണ് ദൈവം ഏകനാണ് എന്നത്. എല്ലാ മതഗ്രന്ഥങ്ങളും ഉദ്ഘോഷിച്ചിട്ടുള്ള കാര്യവും അത് തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വസ്തുത, എല്ലാ മതങ്ങളും ശാന്തിക്ക് വേണ്ടിയാണ്. പക്ഷേ മതങ്ങളുടെ പേരിലാണ് വർഗീയതകൾ ഉണ്ടാകുന്നത്, മതങ്ങളുടെ പേരിലാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. മുസ്ലിം ഗില്ലുകളായി, അമുസ്ലിം ഗില്ലുകളായി, പച്ചഗില്ലുകളായി,
ഗില്ലുകളായി കാവിഗില്ലുകളായി വേർതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് പല മോഡലുകളിൽ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മലയാളക്കരയുടെ ചരിത്രം അതല്ല. കൊണ്ടും കൊടുത്തും സഹകരിച്ചും സഹകരിപ്പിച്ചുമൊക്കെ ഉള്ള ജീവിതമാണ് നമുക്കുള്ളത്. ആ ജീവിതത്തെ, മതേതരത്വ പൈതൃകത്തെ, നമ്മുടെ ഹെറിറ്റേജിനെ മറന്നുകൊണ്ട് ഏതെങ്കിലും വിവേകശൂന്യമായ വികാരത്തിന്റെ നിലപാടുകളോടുകൂടി സഹകരിക്കാൻ യഥാർത്ഥ വിവേകശാലിയായ മതവിശ്വാസികൾക്ക് സാധ്യമല്ല തന്നെ. അതുകൊണ്ട് അതിനെതിരെ ചെറുക്കേണ്ടതുണ്ട്. ആ രൂപത്തിലുള്ള വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങളെ, വർഗീയ വിഷമാകുന്ന ചിന്തകളെ, തീവ്രവാദ പ്രവണതകളെ ഇല്ലായ്മ ചെയ്യാനും ഇസ്ലാഹി പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ്. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടത്തിയ ഭാഷണം ഇത്തരുണത്തിൽ സ്മരണീയമാണ്, ഓർക്കുകയാണ്. അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ സംസാരിച്ചത്, ഞാൻ വരുന്ന രാഷ്ട്രം, ഞാൻ വരുന്ന രാജ്യം ലോകമതങ്ങൾക്ക്, വ്യത്യസ്ത ദർശനങ്ങൾക്ക് സമാധാനം നൽകിയിട്ടുള്ള സംഗമ ഭൂമിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ ഞങ്ങൾ ഏകോദര സഹോദരങ്ങളായി ജീവിക്കുകയാണ് എന്ന ക്രൈസ്തവനെന്നോ മുസൽമാനെന്നോ ജൈനവനെന്നോ ഹിന്ദു മതക്കാരനെന്നോ പാഴ്സി മതക്കാരനെന്നോ മതമില്ലാത്തവനെന്നോ വേർതിരിവില്ലാതെ ഏകോദര സഹോദരങ്ങളായി ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന സന്ദേശം കൈമാറിയിട്ടുള്ള സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയവാദികൾ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകൊണ്ടിട്ടുള്ള മുസ്ലിം നവോത്ഥാന നായകന്മാരുടെ ചിന്തകൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള തീവ്രവാദികളായ ആളുകൾ നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധന സംരംഭങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന രൂപത്തിൽ ഞങ്ങൾക്കും വേണം നീതി, ഞങ്ങൾക്കും വേണം സ്വാതന്ത്ര്യം എന്നൊക്കെ ഇരുട്ടിന്റെ മറവിൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് അധികാരം ജനങ്ങൾക്ക് നൽകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള നീതിയെ, ഉള്ള ധാർമ്മികതയെ, ഉള്ള പ്രബോധന സ്വാതന്ത്ര്യത്തെ ഹനിക്കരുതേ എന്നാണ് ഈ തരുണത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. കാരണം മതം ശാന്തിയാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതത്തെ സർവേശ്വരനായ രക്ഷിതാവിന് സർവ്വനിലക്കും സമർപ്പിക്കുന്നതിലൂടെ നേടിയെടുക്കുന്ന ഇറ്റേണൽ സാൽവേഷൻ, ഇറ്റേണൽ പീസ്, ശാശ്വതമായ സമാധാനം, ശാശ്വതമായ മോക്ഷത്തിന്റെയും ക്ഷേമത്തിന്റെയും മാർഗത്തിലൂടെ ജീവിക്കുന്നവനാരോ അവനാണ് മുസ്ലിം എന്നാണ്. ജീവിതം പടച്ച റബ്ബിന് സമർപ്പിക്കുക എന്നതാണ്. അങ്ങനെ നേടിയെടുക്കുന്ന സമാധാനത്തിന്റെ വക്താവാണ് ഒരു മുസ്ലിം എന്ന് പറയുന്നത്. ഇന്നല്ലാഹ യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. അപ്പൊ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ വശങ്ങളെ സമൂഹത്തിന് മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കണം. ഏതെങ്കിലും ആളുകൾ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ കൗമാരത്തിന്റെ, യുവത്വത്തിന്റെ ചോരത്തിളപ്പിൽ അധാർമിക പ്രവർത്തനങ്ങൾക്ക്, അനീതികൾക്ക്, അക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു എങ്കിൽ ഇസ്ലാമിന്റെ നീതിയുടെ പാഠങ്ങൾ അവർ പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ധാർമ്മികത അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിമിന്റെ വീക്ഷണങ്ങൾ, ഒരു മുസ്ലിമിന്റെ വ്യൂ പോയിന്റുകൾ, ഒരു മുസ്ലിമിന്റെ വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും പ്രവർത്തന രീതികളും അവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ആദർശത്തെ, നമ്മുടെ ഐഡന്റിറ്റിയെ, ഇസ്ലാമിന്റെ സ്വത്വം സംരക്ഷിച്ചുകൊണ്ട് പ്രബോധനം ചെയ്യുവാനും ജീവിക്കുവാനും ആദർശ പ്രചാരണം നടത്തുവാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നിടത്തോളം കാലത്തോളം ഈ രാഷ്ട്രത്തിനെതിരെ പടപൊരുതുവാനോ, ഈ രാഷ്ട്രത്തിനെതിരെ ഏതെങ്കിലും രൂപത്തിലുള്ള ഗൂഢപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനോ ഒരു മുസ്ലിം ഒരിക്കലും പാടില്ല തന്നെ. ലൈസ മിന്നാ മൻ ദഅ ഇലൽ അസബിയ്യ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വർഗീയതയ്ക്ക് വേണ്ടി ഒരിക്കലും പ്രവർത്തിക്കരുത്. ഹൈന്ദവൻ എന്ന വേർതിരിവ് കാണിക്കരുത്. ഉപ്പും മുളകും കൈമാറിക്കൊണ്ട് അയൽവാസി ബന്ധങ്ങൾ സുദൃഢമാറിയ നമ്മുടെ സംസ്കാരത്തെ മലയാള മണ്ണിലെ ഉത്തരേന്ത്യയിലെ കാവിഗില്ലുകളിലൂടെ, പച്ചഗില്ലുകളിലൂടെ വേർതിരിവിന്റെ സംസ്കാരം സൃഷ്ടിച്ചെടുക്കാൻ ഇവിടുത്തെ വർഗീയവാദികളെ സമ്മതിക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഉത്ബുദ്ധരായ മതവിശ്വാസികൾ, ഹൈന്ദവ സുഹൃത്തുക്കൾ, മുസ്ലിം സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ സംഘടനാ നേതൃത്വങ്ങൾ, മതപണ്ഡിതന്മാരൊക്കെ കൂലങ്കുശമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ധാർമ്മികതയുടെ വിഷയം. നമുക്കറിയാം, മലയാളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെ, വ്യഭിചാരങ്ങളുടെ, അഴിമതികളുടെ, അനാശാസ്യങ്ങളുടെ, ആഭാസങ്ങളുടെ, അശ്ലീലതകളുടെ, ക്യാമ്പസുകളിൽ മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് സുഹൃത്തുക്കൾ ഒന്നടങ്കം അശ്ലീലതയുടെ ക്ലിപ്പുകൾ മൊബൈലിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചാറ്റിങ്ങുകൾ ജീവിതം ചീറ്റ് ചെയ്ത് അവസാനിപ്പിക്കുന്ന, വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് യുവതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിസ് കോൾ വന്നാൽ ജീവിതം തന്നെ അവസാനിപ്പിക്കുകയും നഷ്ടപ്പെടുകയും മിസ്സായി പോവുകയും ചെയ്യുന്ന
തരംതാന്ന അവസ്ഥയിലേക്ക് എന്തേ മുസ്ലിം സമൂഹത്തിലെ യുവതികൾ, എന്തേ പൊതുസമൂഹത്തിലെ യുവതികൾ മാറിപ്പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകമായ ലവ് ജിഹാദ് എന്നോ പ്രത്യേകമായ സ്നേഹ തീവ്രതയെന്നോ പേരിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. മുത്തശ്ശി പത്രങ്ങൾ പോലും ലവ് ജിഹാദിന്റെ വിഷയത്തിൽ മാപ്പ് പറഞ്ഞ് ഏതോ അമുസ്ലിം സുഹൃത്തുക്കൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സൈറ്റുകളാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഏതോ രൂപത്തിലുള്ള ലവ് ജിഹാദ് എന്ന് പറയുന്ന മിഥ്യാധാരണ സമൂഹത്തിൽ പടർത്തിയത് എന്ന് നമ്മൾ വായിച്ചറിഞ്ഞ വസ്തുതയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് അധാർമികതകൾ, അശ്ലീലതകൾ, ലൈംഗിക അരാജകത്വങ്ങൾ സമൂഹത്തിൽ നിറഞ്ഞാടുകയാണ് എന്ന്. 13 വയസ്സുള്ള പയ്യൻ 5 വയസ്സുള്ള കുട്ടിയെ വ്യഭിചരിക്കുകയാണ്, ലൈംഗിക വേഴ്ചയിൽ ഉപയോഗപ്പെടുത്തി കൊല്ലുകയാണ്. 200-ൽ പരം സ്ത്രീകൾ, 200-ൽ പരം പുരുഷന്മാർക്ക് സ്വന്തം മകളെ കാഴ്ചവെച്ച സുധീർ എന്ന് പറയുന്ന മനുഷ്യൻ, ഷാർജ പെൺവാണിഭം, അങ്ങനെ ഓരോന്നും ആലോചിച്ചാൽ അധ്യാപകർ പോലും അല്ലെ, ഒരു സമൂഹത്തിൽ അധ്യാപകരുടെ പദവി എന്താ, ഗുരുശിഷ്യ ബന്ധത്തിന്റെ മാനമെന്താ, അധ്യാപകർ പോലും പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, ലൈംഗിക അരാജകത്വ വിഷയത്തിൽ പിടിക്കപ്പെടുന്ന അതിദയനീയമായ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ധാർമ്മികത ഒരു ചോദ്യം ചിഹ്നമായി നിൽക്കുകയാണ്. അതുകൊണ്ട് എന്താണ് പരിഹാരം? ദൈവത്തെക്കുറിച്ച് പഠിക്കണം. രഹസ്യത്തിലായാലും, കൂട്ടുകാരില്ലെങ്കിലും, സഹപ്രവർത്തകരില്ലെങ്കിലും, മാതാപിതാക്കളില്ലെങ്കിലും, ആരാരുമില്ലെങ്കിലും എന്നെ നിയന്ത്രിക്കുന്ന, എനിക്ക് വെളിച്ചം നൽകുന്ന, എന്റെ കൽബിന്റെ കട്ടുനോട്ടമറിയുന്ന, എന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചതറിയുന്ന, എന്റെ മനസ്സ് വായിച്ചെടുക്കുന്ന, എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് ഇവിടെ ജനിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള സർവേശ്വരനായ ദൈവം എന്നെ കാണുന്നുണ്ട് എന്ന വിശ്വാസമാണ് മനുഷ്യനെ അധാർമികതയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് ഇസ്ലാം വിശ്വസിക്കുന്നു. ഇസ്ലാഹി പ്രസ്ഥാനം അത് പ്രബോധനം ചെയ്യുന്നു. ഇതാണ് വേണ്ടത്. രഹസ്യ പരസ്യ വ്യത്യാസമില്ലാതെ, പ്രത്യക്ഷ പരോക്ഷ വ്യത്യാസമില്ലാതെ മനുഷ്യൻ ധാർമ്മികതയുള്ളവനായി തീരണമെങ്കിൽ എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന ദൈവത്തിൽ വിശ്വസിക്കൽ അനിവാര്യമാണ്. ആ അനിവാര്യതയാണ് അധാർമികതയുടെ പരിഹാരമായി കാലം ആവശ്യപ്പെടുന്നത്. ആ ചിന്തകൾ കൈമാറുക എന്നുകൂടി ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ, പരിപാടികളിലൂടെ ഉദ്ദേശിക്കപ്പെടുകയാണ്. മതത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കണം, വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കണം. മതവിശ്വാസികളായി, മതബോധമുള്ളവരായി ജീവിതത്തിലൂടെ അത് പകർത്തേണ്ട ആളുകളാണ് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അറിവില്ലാതെ ഒരു മുസ്ലിം വീട്ടിൽ മുസ്ലിം മാതാവിന്റെ മകനായി, മുസ്ലിം പിതാവിന്റെ മകനായി, മകളായി ജനിച്ചതുകൊണ്ട് ലഭിക്കുന്നതല്ല ഇസ്ലാമിന്റെ ഐഡന്റിറ്റി എന്നുകൂടി ഈ മുസ്ലിം സമൂഹം തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് നാസറും ഷെരീഫും ഒക്കെ വർഗീയതയിലും തീവ്രവാദത്തിലും പിടിക്കപ്പെടുന്നത്? അഴിമതി കേസുകളിൽ, അനാശാസ്യ പ്രവർത്തനങ്ങളിൽ, അധാർമിക വൃത്തികളിൽ, സാമ്പത്തിക കൃത്രിമത്വങ്ങളിലൊക്കെ മുസ്ലിം പേരുകൾ കാണുവാൻ സാധിക്കുന്നു. ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാഷ് മലപ്പുറം ജില്ലയിൽ കലക്ട്രേറ്റ് നടയിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സത്യാഗ്രഹം 1 വർഷത്തിലധികം അദ്ദേഹവുമായി ഒരു വേദി പങ്കിട്ടപ്പോ അദ്ദേഹം സൂചിപ്പിച്ചൊരു വാചകമുണ്ട്: മുസ്ലിമുള്ളിടത്ത് മദ്യമുണ്ടാവുകയില്ല, മദ്യമുള്ളിടത്ത് ഇസ്ലാമും ഉണ്ടാവുകയില്ല എന്നതാ. പക്ഷേ മുസ്ലിമീങ്ങൾ പുതുവത്സര പുലരിയിൽ ബീവറേജ് കോർപ്പറേഷനുകളുടെ മുമ്പിൽ ക്യൂ നിന്ന കൂട്ടത്തിൽ മുസ്ലിം കുടുംബങ്ങളിലെ മെമ്പർമാർ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്. അതുകൊണ്ട് ആലോചിക്കണം. മതപഠനങ്ങൾ വേണം, കുടുംബങ്ങളിൽ ആ രൂപത്തിലെ ചിന്തകൾ വേണം. വെറും ഐഡിയ സ്റ്റാർ സിംഗറുകളുമായി, പട്ടുരുമാലുകളുമായി, ആ രൂപത്തിലുള്ള ഗാനമേളകളുമായി, ഫെസ്റ്റിവലുകളുമായി, സീരിയലുകളുമായി, സിനിമകളുമായി മതബോധം നഷ്ടപ്പെടുത്തുന്ന സമകാലിക സമൂഹത്തിന്റെ ജീവിത വീക്ഷണത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ അസാംസ്കാരിക പ്രവണതകളുമായി ജീവിക്കുന്ന മുസ്ലിം സഹോദര, ധാർമ്മികത നിഷ്ഠയുണ്ടായിരിക്കണം. ഈ ലോകത്തിന് ശേഷം മറ്റൊരു ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തിലും ഈ ജീവിതത്തിലും സൗഭാഗ്യ ജീവിതം പ്രദാനം ചെയ്യുന്ന ജീവിതത്തിന്റെ കലയാണ്, ആർട്ടാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ആർട്ടിനെ, ആ കലയെ, ജീവിത വീക്ഷണത്തെ ആത്മാർത്ഥമായി ആദർശബദ്ധതയോടുകൂടി വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ വിമലീകരിച്ചെടുത്ത വിശ്വാസത്തിന്റെ അടിത്തറയിൽ ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിഷേകമായി നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ വിശാലമായ കാരുണ്യം കൊണ്ട് ദൈവം തമ്പുരാൻ പടച്ചറബ് നമുക്ക് പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഈ വൈകിയ വേളയിൽ വിശദമായ ഒരു നന്ദി പ്രകാശനത്തിന് മുതിരുന്നില്ല.
മതം ധാർമ്മികത നവോത്ഥാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ISM കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഓപ്പൺ ഫോറത്തിന് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാർക്കും അതുപോലെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ പ്രവർത്തകർക്കും ഇവിടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നാട്ടുകാർക്കും സഹോദരീ സഹോദരങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രപഞ്ചനാഥനായ ദൈവം തമ്പുരാൻ അല്ലാഹുവിന് സർവ നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സേ എന്ന വാക്ക് പോലും പറയരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട നമ്മൾ മാതാപിതാക്കളോട് അവജ്ഞയോടുകൂടി സംസാരിക്കും. അതുകൊണ്ട് നസറുദ്ദീൻ ജൂഹ എന്ന് പറയുന്ന കോജാ കഥകളുണ്ട്. നമുക്കൊക്കെ വായിക്കാൻ ചിലപ്പം കഴിയാറുണ്ട്. 10 റുപ്യ കൊടുത്താൽ കിട്ടും ആ ബുക്ക്, വായിച്ചു നോക്ക്. അതിൽ കോജ ഒരു കഥ പറയുന്നു. നസറുദ്ദീൻ ജൂഹയുടെ കുറെ നർമ്മ കഥകളുണ്ട്. അതിലൊരു കഥ എന്താണെന്നറിയുമോ? ഞാൻ മാതാപിതാക്കളുമായുള്ള വിഷയത്തിന്റെ ഒരു മുഖശ്രീയായി ഈ കഥ പറഞ്ഞുകൊള്ളട്ടെ. എന്നെ നിങ്ങൾ അനുവദിക്കുക. എന്താണെന്നറിയോ? അദ്ദേഹം ഒരു വീട്ടിൽ സെർവന്റായി നിൽക്കുക. അദ്ദേഹം വീട്ടിൽ സെർവന്റായി നിൽക്കുമ്പോ ആ വീട്ടിലെ യജമാനത്തി ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ജൂഹ, നിങ്ങൾ ഇന്ന് പട്ടണത്തിൽ പോകുമ്പോ ഒരു മരപ്പാട്ട, മരത്തിന്റെ ഒരു പാട്ട, ഭക്ഷണം കഴിക്കുന്ന പാട്ട, വെള്ളം കുടിക്കുന്ന ഒരു കോപ്പ, മരക്കോപ്പയും ഒരു മരപ്പാട്ടയും വാങ്ങിക്കൊണ്ടുവരണം. ജൂഹയാണല്ലോ, പെട്ടെന്നങ്ങ് വിടൂല. എന്തിനാ? നീ കണ്ടോ എന്റെ കിളവിയായ ഉമ്മയെ? അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് എല്ലാം വൃത്തികേടാക്കി. ഇവിടെയുള്ള നല്ല പാത്രങ്ങളൊന്ന് വെച്ചു കൊടുത്താൽ അതിങ്ങനെ വൃത്തികേടായാൽ ദിവസവും അത് മാറ്റാൻ എനിക്ക് കഴിയില്ല. വിലപിടിപ്പുള്ള പാത്രങ്ങളാണ്. അതുകൊണ്ട് എന്നെ നൊന്ത് പ്രസവിച്ച വഹ്നൻ അലാ വഹ്നിൻ, 2 വർഷം മുലകുടി തന്ന, എന്റെ പ്രയാസങ്ങളൊക്കെ സ്വന്തം പ്രയാസങ്ങളായി കണ്ട് എന്നെ പോറ്റി വലുതാക്കിയ എന്റെ ഉമ്മ, ആ ഉമ്മക്ക് വെള്ളം കൊടുക്കാനാണ് ഒരു മരക്കോപ്പ വേണം. ശരി, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. ജൂഹയാണ്, എന്തെങ്കിലും ഒന്ന് കാണും. മൂപ്പരങ്ങാടിയിൽ പോയിട്ട് 2 സെറ്റ്, ഒരു സെറ്റ് വാങ്ങാനാ പറഞ്ഞു. ഉമ്മാക്ക് മാത്രമാണ്. 2 സെറ്റ് വാങ്ങി വന്നു. അപ്പൊ യജമാനത്തി ചോദിച്ചു, ഞാൻ ഒരു സെറ്റ് പാത്രം വാങ്ങാൻ പറഞ്ഞിട്ട് നീ എന്തിനാ വെറുതെ പണം ചെലവഴിക്കാൻ, വെറുതെ പണം കളയാൻ വേണ്ടിയിട്ട് എന്തിനാ 2 സെറ്റ് വാങ്ങിയത്? ജൂഹ ആ യജമാനത്തിയോട് ഒരൽപ്പം നർമ്മത്തിലും അതോടൊപ്പം ജീവിതത്തിന്റെ ഗന്ധവും അടങ്ങിയ ഒരു മറുപടി പറഞ്ഞു. ഇന്ന് ഈ മേനി കാണാൻ നല്ല സൗന്ദര്യമുണ്ട്. സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് യജമാനത്തി നിങ്ങൾ. പല്ലുകൾ ബലിഷ്ഠമാണ്, മേനി അഴകുള്ളതാണ്, മുടിയുടെ അഴക് നല്ല അഴകുള്ളതാണ്, മുഖകാന്തിയുള്ള മുഖമാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോ ഈ പല്ലുകൾ കൊഴിഞ്ഞു പോകും, ഈ ശരീരം ചുക്കിച്ചുളയും, ഈ എല്ലുകളൊക്കെ ബലഹീനമാകും. അന്ന് ഇത്ര ആരോഗ്യം ഉണ്ടാകില്ല. ഒരുപക്ഷെ നിങ്ങൾ വളർത്തുന്ന ഈ മക്കൾ അന്ന് മരക്കോപ്പ തെരഞ്ഞ് തെരഞ്ഞ് ഒരുപക്ഷെ അവർക്ക് കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടി വേണ്ടി ഒരു സെറ്റ് അധികം വാങ്ങിയതാണ് എന്ന് നസറുദ്ദീൻ ജൂഹ തന്റെ യജമാനത്തിയോട് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ കഥയുടെ അവസാനം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ജീവിതം. നമുക്ക് നാളെ വാർദ്ധക്യം നമുക്ക് കടന്നു വരുമ്പോ എന്റെ മകൻ എന്നോട് പറഞ്ഞില്ലല്ലോ റബ്ബേ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ ഹൃദയം പൊട്ടുന്ന വേദനയായിരിക്കും. ഹൃദയം പൊട്ടുന്ന വേദനയായിരിക്കും. ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് ആ വേദന സഹിക്കാൻ കഴിയില്ല. ആ ഹൃദയം എന്ന് പറയുന്നത് അത്രമേൽ വലിയ ഹൃദയമാണ്. സ്വന്തം മകന് മരിക്കുകയാണെന്ന് കരുതിയിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം സ്വന്തം മകൻ അനീസ് എന്ന് പറയുന്ന മകൻ, ആ മകനെ ചെറുപ്പത്തിൽ മരിക്കും ഉറപ്പാണ്, എന്തോ അപസ്മാരം പോലെയുള്ള എന്തോ ഒരു അസുഖം വന്നിട്ട് ബോധരഹിതയായി പനി പിടിച്ചിട്ട് ഈ മകനെയും എടുത്തിട്ട് അദ്ദേഹം ആശുപത്രിയിലേക്ക് ഓടുന്ന രംഗം. ഈ മകൻ മരിച്ചോ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാതെ അദ്ദേഹം ആകെ ആകുലതയോടുകൂടി മകനെ വാരിപ്പുണർന്ന് പോകുന്ന സമയം വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ സാഹിത്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ ജീവിതത്തിലെ അനർഘമായ നിമിഷങ്ങളിൽ ഒന്നാണത്. അതെന്താണെന്നറിയോ? അങ്ങനെ ഞാൻ പടച്ചോനെ എന്റെ മകൻ മരിച്ചോ എന്ന് ഗദ്ഗതകണ്ഠനായി മനസ്സിന്റെ താളം തെറ്റിയിട്ട് അദ്ദേഹം അങ്ങനെ വെപ്രാളപ്പെട്ട് മകനെ തോളിലിട്ട് മകന്റെ ശ്വാസം നിലച്ചു എന്ന മട്ടിൽ
ഒരു മകനെയുമേന്തി ഡോക്ടറുടെ അരികിലേക്ക് ഓടുമ്പോ ഒരു പ്ലാവെന്ന മരത്തിന്റെ വേര് പൊന്തി നിൽക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അവിടുന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കാല് ഈ വേരിന് തടഞ്ഞിട്ട് രണ്ടാളും കൂടി അങ്ങ് വീഴാൻ പോയ സമയം, അപ്പോ അനീസ് എന്ന് പറയുന്ന പൊന്നോമന പൈതൽ എന്റെ മാറുവിടത്തിൽ നിന്ന്, എന്റെ നെഞ്ചിൽ നിന്ന് ഉപ്പ എന്ന് വിളിച്ച സമയമാണ് എന്റെ ജീവിതത്തിലെ അനർഘമായ നിമിഷം, ഞാൻ ഒരിക്കലും മറക്കാത്ത നിമിഷമെന്ന് ആ പിതാവ് എഴുതി വെക്കുന്നുണ്ട്.